ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഷാലോമിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മുഴുവനും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ വലിയ ശക്തി ഈ മക്കളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, മനസാന്തരങ്ങളായി, രോഗശാന്തികളായി സംഭവിക്കുവാൻ അവിടുന്ന് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവാഹം ഈ നിമിഷങ്ങളിൽ വ്യാപരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഷാലോം പ്രേക്ഷകരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ, ആത്മാവിൽ നിറയട്ടെ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിറഞ്ഞവളായ പരിശുദ്ധയമ്മേ, വചനത്തെ ഗർഭം ധരിച്ചവളായ പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് കേട്ട തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ യേശു നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നാം ഇന്ന് ധ്യാനിക്കുക. തിരുവചനത്തിലൂടെ നാം കേട്ടു, യേശുവിൻ്റെ നാമം കർത്താവായ ദൈവം, പിതാവായ ദൈവം തന്നെ നൽകിയ ഒരു നാമമാണ്. അതാണ് തിരുവചനം പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന പേര് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട പേരാണ്, പിതാവായ ദൈവം നൽകപ്പെട്ട പേരാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിൽ ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, അനുഗ്രഹമുണ്ട്, കൃപയുണ്ട്. ഈ വചനത്തിൻ്റെ, ഈ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ദൈവാനുഭവങ്ങളെക്കുറിച്ച് നാം ഇന്ന് ചിന്താവിഷയമാക്കുകയാണ്. യേശുവിൻ്റെ നാമം എല്ലാവരുടെയും സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന നാമമെന്നാണ് തിരുവചനം പഠിപ്പിക്കുക. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയ്ക്കനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. അപ്പം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടുള്ള നാമമാണ്, നമ്മളിലൂടെ മഹത്വപ്പെടേണ്ട ഒരു നാമമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ദൈവാനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് യേശുവിനെ അറിയുവാൻ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയുവാൻ, യേശുവിൽ മഹത്വപ്പെടുവാനായിട്ട് കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക, നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുക. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമം രക്ഷയുടെ നാമമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകപ്പെട്ടിരിക്കുന്ന നാമം. അത് ക്രൈസ്തവരുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവനും രക്ഷയുടെ നാമമാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് രക്ഷ നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് കഴിയുക. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു ശക്തമായ വചനമാണ്. യേശുവിൽ വിശ്വസിക്കുക, കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉദ്ധിതനായ ദൈവമാണെന്ന് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനവും ഇവിടെ ശ്രദ്ധേയമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും.
യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി ജീവിതവും രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാതിരിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് രക്ഷയുണ്ട്, അവൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ശക്തമായ ദൈവിക ഇടപെടലുണ്ട് എന്നാണ് ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുക. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിന് കിട്ടുന്ന സംരക്ഷണം. സങ്കീർത്തനം 20 നമ്മൾ വായിക്കുന്നു 1-2 തിരുവചനങ്ങളിൽ, നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. കഷ്ടകാലങ്ങളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ, ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളിൽ വിളിക്കേണ്ട നാമം യേശുവിൻ്റെതാണ്. ആ വിളിക്കുമ്പോൾ വിളിക്കുത്തരം നൽകി നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തമായി ദൈവത്തിൻ്റെ നാമം നമ്മുടെ കൂടെയുണ്ടാകും. ആ നാമത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇംഗ്ലണ്ടിലായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് UK എല്ലാ പ്രെയർ ഗ്രൂപ്പുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് സെൻട്രലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നൈറ്റ് വിജിൽ നടന്നു. ആ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത ഒരു സഹോദരൻ്റെ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരൻ UK വന്നിട്ട് ഏതാണ്ട് 2-3 വർഷമായി. ആദ്യ ഒരു വർഷക്കാലം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് വലിയൊരു രോഗത്തിൻ്റെ പിടിയിൽ അദ്ദേഹം അമർന്നു. അദ്ദേഹത്തിന് യാതൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം അവിടെ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുക. ഒത്തിരിയേറെ ഹാർഡ് വർക്കുള്ളൊരു ജോലിയാണ്. ഈ ജോലിയുടെ നടുവിൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയേറെ ശാരീരികമായി അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഞാൻ അതിനടുത്തുള്ളൊരു സ്ഥലം ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഒരു ധ്യാനാവസരത്തിൽ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ആത്മീയ ശുശ്രൂഷകളിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇവിടെ വന്നപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലിയും എൻ്റെ കുടുംബവും മറ്റു കാര്യങ്ങളുമായി വ്യാപൃതനായിട്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകുന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നാളുകളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവസാനം ഡോക്ടർമാരെന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു, ഇനി നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. അങ്ങനെ ഹോസ്പിറ്റലും വീടുമായി ഞാനിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ അവിടുന്ന് വിട്ടതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ദൈവം ആവശ്യപ്പെടുന്നു നിങ്ങളുടെ അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാൻ. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ആരെങ്കിലും വിളിച്ചാൽ വരുമോയെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബമുണ്ട്, അറിയുന്ന ആളുകളോട് പറയുക, അവിടെയുള്ള 8-10 കുടുംബങ്ങളെ അവിടെയുള്ളൂ, അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവരെ ഒരുമിച്ച് കൂട്ടി ഞാനൊരു ദിവസം അവിടെ ചെന്നു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ അദ്ദേഹം വലിയൊരു ശക്തിയിലേക്ക് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ നൈറ്റ് വിജിൽ പ്രെയർ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒരുമിച്ചുള്ള നൈറ്റ് വിജിലായതുകൊണ്ട് അദ്ദേഹവും ഈ നൈറ്റ് വിജിലിന് വരികയാണ്. അദ്ദേഹം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കാരണം അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ജീവിത പങ്കാളി അദ്ദേഹത്തിൻ്റെ വൈഫ് വണ്ടി ഓടിക്കത്തില്ല. അങ്ങനെ അവർ ട്രെയിനിന് വന്ന് അവിടുന്ന് അവരുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, ആ കുടുംബം അവരെ ഈ നൈറ്റ് വിജിലേക്ക് കൊണ്ടുവന്നു. നൈറ്റ് വിജിലിൻ്റെ സമയത്ത്, വചനപ്രഘോഷണത്തിൻ്റെ സമയത്ത് അദ്ദേഹം അഭിഷേകം പ്രാപിക്കുന്നു. അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് വലിയ ശക്തിയായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ സൗഖ്യാനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് അതിനുശേഷം ഈ ആരാധനയ്ക്ക് ശേഷം അവിടെ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് 1-2 ദിവസങ്ങളായി. ഭക്ഷണം കഴിച്ചാൽ ഉടനെ അദ്ദേഹം ഛർദ്ദിക്കും. അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ല. വയറിൽ ഭയങ്കര വേദന. ഡോക്ടർമാർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രോഗമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഈ ബ്രേക്കിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ അദ്ദേഹത്തെ ആ ബ്രേക്കിൻ്റെ സമയത്ത് സ്നാക്സ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം ആവേശത്തോടു കൂടി സ്നാക്സ് എടുത്ത് കഴിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും ആ നൈറ്റ് വിജിൽ രാത്രി മുഴുവനുള്ള ആരാധനയിൽ പങ്കെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വന്നിട്ട് പറയുക, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇവിടെ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതം ഇനി എത്ര നാൾ നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇനിയുള്ള കാലം എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കണം. എൻ്റെ പാപമംഗലമായ ജീവിതത്തെ മുഴുവനും എനിക്ക് കഴുകിക്കളയണം. അങ്ങനെ യേശുവിൻ്റെ രക്ഷ എനിക്ക് സ്വന്തമാക്കണം. അതുകൊണ്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ ഞങ്ങളെ അവിടെ സഹായിക്കുന്ന അവിടുത്തെ ചാർജുള്ള മലയാളി അച്ഛൻ അവിടുന്ന് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്ക് പോയി. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയത്തില്ല. മറ്റൊരു സഹോദരൻ അദ്ദേഹത്തെ കൊണ്ടുവിടാനായിട്ട് പോയി കത്തീഡ്രൽ പള്ളിയിലേക്ക്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, അപ്പോൾ എന്താ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ അച്ഛനെ വിളിക്കാം, നാളെ രാവിലെ അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കത്തീഡ്രലിൽ പോയി ഈ കുമ്പസാരത്തിൽ പങ്കെടുത്താൽ മതിയാകും. ഞാൻ അച്ഛൻ ഏതായാലും അവിടെ എത്തിയിട്ടുണ്ടാകില്ല എന്നുള്ള വിശ്വാസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു സഹോദരൻ ഇങ്ങനൊരു ആവശ്യം പറയുന്നു, അദ്ദേഹത്തിന് കുമ്പസാരിക്കണം. അച്ഛനാണെങ്കിൽ പിറ്റേ ദിവസം കുർബാനയുണ്ട്, രാവിലെ 7 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ അച്ഛൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു, അച്ഛാ അത് വേണ്ട, അച്ഛൻ രാവിലെ
അദ്ദേഹം അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടാം, അച്ഛൻ അവിടുന്ന് കുമ്പസാരിപ്പിച്ചാൽ മതി. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു, അതല്ല, ഇദ്ദേഹത്തിന് ഇപ്പോൾ കുമ്പസാരിക്കണം തോന്നിയില്ലേ, ഇപ്പോൾ വരേണ്ടത് ആവശ്യമാണ്, ഞാൻ തിരിച്ചു വരാം. ആ വന്ന വഴിക്ക് തന്നെ അദ്ദേഹം വീട്ടിൽ അച്ഛൻ്റെ മുറിയിൽ കയറാതെ അച്ഛൻ തിരിച്ചു വന്നു. അദ്ദേഹം അവിടെ വന്നു, ഈ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നു ആളുകൾ മുഴുവൻ, അച്ഛൻ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് കുമ്പസാരിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ ഓടി വരികയാണ് അൾത്താരയിലേക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രക്ഷ അനുഭവിച്ചതാണിന്ന്. എൻ്റെ കർത്താവിനെ തൊട്ട ദിവസമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയ രോഗിയായിരുന്നു, എനിക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു, ഇരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ ഞാൻ വന്നിരുന്നു. ഇവിടെ വന്ന് ഞാൻ ജീവിതത്തിൽ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ ഈ നൈറ്റ് വിജിലിന് ഇടയ്ക്ക് കൊടുത്ത സ്നാക്സ് കഴിച്ചെന്നറിയാമോ. അതിനുശേഷം ഞാൻ ഛർദ്ദിച്ചിട്ടില്ല, എനിക്ക് വയറുവേദനയില്ല, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അതിനുശേഷം നൈറ്റ് വിജിലിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് അവർ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് വീണ്ടും ട്രെയിനിൽ പോയി. ട്രെയിനിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ചിക്കൻ കറി കൂട്ടി ചപ്പാത്തി തിന്നണം. അങ്ങനെ ഭാര്യ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. വൈകുന്നേരം രാത്രി ഒരു 8 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിജിമോൻ ബ്രദറെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ഭക്ഷണം കഴിച്ചു. എൻ്റെ ഭാര്യ എനിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നു. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ സന്തോഷം അറിയിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ വൈദ്യശാസ്ത്രങ്ങൾക്കും ഈ ലോകത്തിൻ്റെ എല്ലാവിധ ആശ്രയങ്ങൾക്കുമൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകുകയാണ്. അതാണ് ഈ സഹോദരൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുകയാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശുവിൻ്റെ നാമം എല്ലാവരും ഏറ്റുപറയണം. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും യേശുവിൻ്റെ നാമം ഏറ്റുപറയണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിലൂടെ വലിയ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വിടുതലായി അനുഗ്രഹമായി കടന്നു വരുന്ന ഈ യേശുവിൻ്റെ നാമം നമ്മൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവം മഹത്വപ്പെടുക. കാരണം പിതാവായ ദൈവം തന്നെ നൽകിയ ഈ നാമത്തിൻ്റെ ശക്തിയാണ് നമ്മളവിടെ അനുഭവിക്കുക. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുന്ന അനുഭവം തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 38-39 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. സ്നാനം നൽകപ്പെടുന്നത്, പാപമോചനത്തിനായി നൽകപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് എന്നാണ് ഇവിടെ വചനം പറഞ്ഞു വയ്ക്കുക. പത്രോസ് ലീഹ പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കുകയും ജ്ഞാനസ്നാനം ഏൽക്കുകയും യേശുവിൻ്റെ നാമത്തിൽ നൽകപ്പെടുന്ന ആ പാപമോചനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും കൊണ്ട് നമ്മൾ നിറയുമെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് ലീഹ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് കടന്നുപോയി. അവിടെ ഒരു ഇംഗ്ലീഷ് കൂട്ടായ്മയായിരുന്നു, ഇംഗ്ലീഷ് ധ്യാനം. അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു ധ്യാനമൊന്നും നടന്നിട്ടില്ല. ആ സ്ഥലത്ത് ഇംഗ്ലീഷിൽ ഈവനിങ്ങിൽ 3 ദിവസത്തെ ഒരു ശുശ്രൂഷ ക്രമീകരിച്ചു. അങ്ങനെ അവിടെ ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ ധ്യാനമുണ്ട് എന്ന് അവിടുത്തെ അച്ഛൻ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞതുകൊണ്ട് കുറേ ആളുകൾ വന്നു. അങ്ങനെ അവസാനത്തെ ദിവസം അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ നടക്കുകയാണ്. കാരണം അവരെല്ലാവരും വചനം സ്വീകരിച്ചു, വചനമായൊന്ന് യേശുവിനെ സ്വീകരിച്ചു. ആ യേശുവിലൂടെ വലിയ ദൈവിക ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ എല്ലാവരും ലൈനായിട്ട് കടന്നു വന്ന് കൈവപ്പ് പ്രാർത്ഥനയിലൂടെ അഭിഷേകം സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ ഒരു സുന്ദരിയായൊരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ഒരു മുഖം വളരെ നന്നായിരിക്കുന്നു, മറ്റേ മുഖത്ത് എന്തോ ഒരു അൾസർ വന്ന് വളരെയധികം വൃത്തികേടായിട്ടിരിക്കുന്നു. ആ സഹോദരിക്ക് പക്ഷേ ഈ ശുശ്രൂഷയോട് യാതൊരു ഗൗരവവുമില്ല. ഇങ്ങനെ വളരെ അലസമായിട്ടൊക്കെ വന്ന് നിൽക്കുക, പുറകിലൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അമ്മയുടെ നിർബന്ധത്തിന് വന്നതാണ് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഈ ശുശ്രൂഷ കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിച്ച് ദൈവതിരുസന്നിധി അനുഗ്രഹം ഉള്ളവർക്കുള്ളതാണ്. അതുകൊണ്ട് മോള് പോയി കുമ്പസാരിച്ചിട്ട് വരണം. അപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ
അതിന് തയ്യാറായി. പക്ഷേ എന്നോട് പറഞ്ഞു, എനിക്ക് ബ്രദറിനോടൊരു കാര്യം സംസാരിക്കണം. ഞാൻ അദ്ദേഹത്തെ, ആ സഹോദരിയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അമ്മയും വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എൻ്റെ ഈ കവിളിലുള്ള ഈ അസുഖമാണ്. ഇതൊന്ന് ഭേദമാകണം. ഇത് ഭേദമാകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഒരു നിമിഷം അവൾ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ മകളോട് ചോദിച്ചു, എത്ര നാളായി ഈ മുഖത്തെ ഈ അസുഖം വന്നിട്ട്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിത് വന്നിട്ട് ഏതാണ്ട് 3 വർഷമായി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. ഈ മകളുടെ ഉള്ളിൽ ഏതോ വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പുണ്ട്. വലിയൊരു വെറുപ്പിൻ്റെ ആ ഒരു കൂടാരമായിട്ടാണ് ഇവൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഏതോ ഒരു വ്യക്തിയോട് ക്ഷമിക്കാനുണ്ട്, ക്ഷമിക്കണമെന്ന് ഈശോ പറയുന്നു, ക്ഷമിച്ചാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ അവൾ എന്നോട് പറയുക, ഒരിക്കലുമില്ല, ഐ വിൽ നെവർ ഡു ഇറ്റ്. എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് ഫൊർഗീവ് ഹിം. ഞാൻ അവനോട് ക്ഷമിക്കുകയേയില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? അവൾ എന്നോട് പറയുക, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവൻ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ അവൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആരുമില്ലായിരുന്നു. അവനറിയാമായിരുന്നു അവിടെ ആരുമില്ലെന്ന്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഈ വ്യക്തി എന്നെ കടന്നു പിടിച്ചെന്നെ ബലാത്കാരമായി എന്നെ ഉപദ്രവിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അവനോട് പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പൊറുത്തിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, മോളുടെ കഴിവ് കൊണ്ട് ഇത് സാധ്യമല്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിനക്ക് സാധ്യമാണ്. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വിടുതൽ നൽകും. നിൻ്റെ ഈ രോഗം കർത്താവ് എടുത്തു മാറ്റും. നിനക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകും. ഈ പാപമോചനം നീ സ്വീകരിക്കുമ്പോൾ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ യേശുവിൻ്റെ നാമത്തിൽ നൽകപ്പെടുന്ന ആ സൗഖ്യം നീ അനുഭവിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കുമ്പസാരക്കൂട്ടിൽ നിന്ന് വൈദികൻ ഏറ്റുപറയുമ്പോൾ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. അതുകൊണ്ട് നീ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അവൾ അതിന് മനസ്സില്ലാ മനസ്സോടെ അവൾ തയ്യാറായി. ഞാൻ അവളെ പ്രാർത്ഥിച്ചു, കുമ്പസാരത്തിനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇത് ഏറ്റുപറയാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൾ കുമ്പസാരത്തിനായിട്ട് കടന്നുപോയി. കുറേ സമയമെടുത്തു. അവൾ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്നിരിക്കുന്ന, ഞങ്ങളുടെ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന വർഗീസ് ചെമ്പോലി അച്ഛൻ്റെ അടുത്ത് പോകണം. അച്ഛൻ്റെ അടുത്ത് പോയി അവൾ നന്നായിട്ട് കുമ്പസാരിച്ചു. ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് എടുത്ത് അവൾ കുമ്പസാരിച്ചു. പ്രിയമുള്ളവരെ, തിരിച്ചു വന്നു. ഞങ്ങൾ 3 പേരും, ഞാനും വർഗീസ് അച്ഛനും അതുപോലെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന അലക്സ് പൊന്നാട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവൾ തറയിലേക്ക് വീണു. കുറേ നേരം 10-20 മിനിറ്റ് അവിടെ കടന്ന് അവളിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അവൾ എഴുന്നേറ്റിട്ട് പറയുക, ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടു, എൻ്റെ കർത്താവിനെ കണ്ടു. അവൾ പ്രാർത്ഥിച്ചു പോയി. പിന്നീട് ഞങ്ങൾ ഈ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അവസാനം നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നൈറ്റ് വിജിൽ, ഈ ധ്യാനത്തിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും കൂടി നടത്തുകയാണ് മലയാളത്തിൽ. അപ്പോൾ അവിടെ ആ നൈറ്റ് വിജിലിൽ മുൻപിലെ 3-4 ബെഞ്ചിലിരിക്കുന്നത് ഇംഗ്ലീഷുകാർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അവർ ഈ ധ്യാനത്തിലൊക്കെ കൂടി പരിചയം കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇന്നിവിടെ മലയാളം നൈറ്റ് വിജിലാണ് നടക്കുന്നത്, നിങ്ങളിത് അറിഞ്ഞിട്ടാണോ വന്നത്? ഞങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾക്ക് നന്ദി പറയാൻ വന്നതാ. ഭാഷ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇന്ന് രാത്രി മുഴുവനും യേശുവിന് നന്ദി പറയണം. എന്നിട്ട് അവർ പറയുക, നോക്കിക്കേ, ഈ മോളെ ബ്രദർ അറിയുമോ? ഞാൻ നോക്കിയപ്പോൾ അന്ന് ആ സ്ഥലത്ത് പ്രാർത്ഥിച്ചു വിട്ട മകളാ. അവളുടെ മുഖത്ത് യാതൊരു പാടുമില്ല. പൂർണ്ണമായിട്ടും അവൾ സൗഖ്യപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതകരമായ വിടുതൽ എന്ന് പറയുന്നത്. പാപമോചനം ലഭിക്കുന്ന വലിയ അത്ഭുതത്തിൻ്റെതായ, വലിയ വിടുതലിൻ്റെതായ ഒരു അനുഭവം. ഇങ്ങനെ 100 അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നമുക്കറിയാം അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകുന്നു. പൈശാചിക ശക്തികൾ കീഴടങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിലാണ് നമുക്കറിയാം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് തിന്മയുടെ ശക്തികളെ നമ്മൾ ബഹിഷ്കരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് നമുക്കെതിരെ പ്രബലപ്പെടുന്ന അന്ധകാര ശക്തികളെ നമ്മൾ ശാസിക്കുന്നതും ബഹിഷ്കരിക്കുന്നതും. കാരണം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് തമ്പുരാന്റെ വചനം പറഞ്ഞില്ലേ? വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 16:20 നമ്മൾ വായിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ സകല പിശാചുകളെയും നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ദൈവമക്കളായി മാറണം.
ദൈവമക്കളുടെ അധികാരം നമുക്കുണ്ടാകണം. ദൈവമക്കളുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കാൻ പറ്റും. പൈശാചിക പീഡകൾ നമ്മളെ വിട്ടുപോകുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഓസ്ട്രേലിയയിൽ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഹൈന്ദവ കുടുംബം വളരെ തീഷ്ണതയോടുകൂടി ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക, ഞങ്ങളൊരു പുതിയ വീട് വാങ്ങി. ആ പുതിയ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പം മുതൽ അവിടെ അസ്വസ്ഥതയാണ്. എന്നും രോഗമാണ്. ഭാര്യയ്ക്ക് അസുഖം, ഭർത്താവിന് അസുഖം, മക്കൾക്ക് അസുഖം, ഇങ്ങനെ രോഗം വിട്ടുപോകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം നാട്ടിലൊരു വലിയ ഒരു അമ്പലത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ സജീവമായിട്ടിരുന്ന ഭാര്യയ്ക്കാണെങ്കിൽ നല്ല ദൈവവിശ്വാസമുണ്ട്, ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ഈ മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ സഹോദരൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ദൈവജനം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന വിടുതലിനെക്കുറിച്ചും പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് ബോധ്യം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തപ്പോൾ അദ്ദേഹം കടന്നു വന്നിട്ട് എന്നോട് പറയുക, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടെയുള്ള ആളുകളോടൊക്കെ നാട്ടിലൊക്കെ വിളിച്ച് പ്രശ്നം വെക്കുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീട് താമസിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വിൽക്കണം. സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ച് വീടാ, ഇപ്പം വിറ്റാൽ ഭയങ്കര നഷ്ടം വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് വിൽക്കാനും പറ്റുന്നില്ല, ഞങ്ങൾക്ക് അവിടെ താമസിക്കാനും പറ്റുന്നില്ല. ബ്രദർ ഒന്ന് വരുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞങ്ങൾ കടന്നു ചെന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഞാൻ ആ സഹോദരൻ്റെ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു, അന്ധകാര ശക്തികളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ വീടിന് ചുറ്റും നടന്ന് ഒരു 7 ദിവസം ജപമാല ചൊല്ലാൻ പറഞ്ഞു. വീടിനകത്തും പുറത്തുമായിട്ട് അവർ ജപമാല ചൊല്ലി. പ്രിയമുള്ളവരെ, അവർ പറയുക, അന്ന് ബഹിഷ്കരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ, ആ കുടുംബത്തിൽ വലിയ അത്ഭുതകരമായ സൗഖ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അവിടെ യാതൊരു തിന്മയുമില്ല. അവർ ആ കുടുംബത്തിൽ താമസിക്കുകയും സന്തോഷപൂർവ്വം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് ആ സഹോദരൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വം പോലും ഏറ്റെടുത്ത് ശുശ്രൂഷാ രംഗത്തേക്ക് കടന്നു വരികയും നാട്ടിൽ വന്ന് വീട്ടിൽ പോകുന്നതിന് മുമ്പ് വീട്ടുകാരറിഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ട് ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നു എന്നറിഞ്ഞ പ്രശ്നമായതുകൊണ്ട് എയർപോർട്ടിൽ നേരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് യേശുവിൻ്റെ ശക്തിയിൽ തിരിച്ചു വന്ന് വീണ്ടും ഇന്ന് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷാ രംഗത്ത് വ്യാപരിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും. ഞാൻ ഏതാനും കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സുഖപ്പെടുന്ന അനുഭവം നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നു. 3-ാം അധ്യായത്തിൽ അവിടെ സുന്ദര കവാടത്തിൻ്റെ എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ ഒരു മുടന്തനായ മനുഷ്യൻ പതിവായിട്ട് കിടക്കുകയായിരുന്നു. അവൻ സാധാരണ ചോദിക്കുന്ന പോലെ അവനിങ്ങനെ ഭിക്ഷ യാചിച്ചു. ഈ പത്രോസിനോടും യോഹന്നാനും കടന്നു നിന്നപ്പോൾ അവരോടും ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ സ്വർണ്ണമോ വെള്ളിയോ ഇല്ല, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്നിട്ട് പത്രോസ് കൈക്ക് പിടിച്ചു, അവൻ എഴുന്നേറ്റ് നടന്നു. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നു. അത്ഭുത രോഗശാന്തികൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നു. ഇന്നും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഇതുപോലെ ഒരു അബോർജിനൽസിൻ്റെ ഓസ്ട്രേലിയയിലെ അബോർജിനൽസ് താമസിക്കുന്ന ഒരു സ്ഥലത്ത്, സാന്താ തെരേസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയതാ. അവിടെ ഒരു ധ്യാന ശുശ്രൂഷയിൽ ഒരു അമ്മച്ചിയെ വീൽ ചെയറിൽ കൊണ്ടുവന്നു. അമ്മച്ചി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അഭിഷേക പ്രാർത്ഥനയിൽ തലയെ കഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി എഴുന്നേറ്റ് വന്നു. ആ സഹോദരിയുടെ മേൽ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഇവളും നിറഞ്ഞു, അഭിഷേകത്തോടെ തറയിലേക്ക് വീണു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ സഹോദരി ഏൽക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഈ സഹോദരി ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ. ഞാൻ ചെന്ന് തട്ടി വിളിച്ചു. അതേ സഹോദരി ഏറ്റുവന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതം എന്തായിരുന്നു ബ്രദറിന് അറിയാമോ? ഞാൻ എൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിട്ടതാ. എന്നോട് പറഞ്ഞു, ഇനിമേ നീ ജീവിക്കില്ല, ഒരാഴ്ചക്കാലം കൂടുതൽ ജീവിക്കത്തില്ല, അതുകൊണ്ട് മരിക്കാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനിപ്പോൾ വലിയ ശക്തി പ്രാപിച്ചിരിക്കുക. എൻ്റെ അല്പവിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് ധ്യാനമുണ്ട്, അവിടെ വന്ന് കൂടാമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാൻ പറ്റും. അപ്പോൾ എന്നോട് പറയാ, എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? വൈ ഷുഡ് ഐ കം? ഞാൻ ഓൾറെഡി എൻ്റെ കർത്താവിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, പൂർണ്ണമായ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2008 നടന്നതാ. ഇന്നും ആ സഹോദരി വൈദ്യശാസ്ത്രം പറഞ്ഞതാ 7 ദിവസമേ ജീവിക്കുകയുള്ളെന്ന്, എന്നാൽ ഇന്നും ജീവിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവർ, ഇതാണ് യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയുടെ വിടുതലിൻ്റെ അനുഭവം. നിമിഷങ്ങളിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമായിരിക്കുന്ന
ശാലോം പ്രേക്ഷകരെ സമർപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുത വിടുതൽ ഉണ്ടാകാൻ, അവരുടെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ വിട്ടുപോകാൻ, അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവെ, അവിടുത്തെ തിരുനാമത്തിൽ രോഗങ്ങൾ സുഖമാക്കപ്പെടട്ടെ. ഈ മക്കളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളും, എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ തിന്മയുടെ ദുരാത്മാക്കളും, പൈശാചികമായിട്ടുള്ള എല്ലാ ദുരാത്മാക്കളുടെ എല്ലാ സേനകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും സകല മെത്രാന്മാരോടും എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ മെൽബൺ രൂപതയുടെ മെത്രാൻ ബോസ്കോ പിതാവിൻ്റെ മെത്രാഭിഷേകത്തോടും അധികാരപ്പെടുത്തിയിരിക്കുന്ന സകല വൈദികരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ പൈശാചിക വീടുകളും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഈ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്.